ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലെ മോൺട്രിയൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് രാവിലെ തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ റെഡിയാക്കാൻ തന്നെ വിചാരിച്ച് വന്നപ്പോൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് അല്ലറ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിതേ ഈ കാണുന്ന വീടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എയർബിഎൻബി വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റെഡിയാക്കാമല്ലോ. പിന്നെ മാത്രമല്ല ഇവിടെ അടുത്തൊന്നും അങ്ങനെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, കുറേ ദൂരം പോകണം. അപ്പോൾ എന്തിനാ വെറുതെ സമയം കളയണം, നമുക്ക് തന്നെ അങ്ങോട്ട് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളിലേക്ക് ആദ്യം തന്നെ കടക്കാം. പുതിയൊരു വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ റെഡിയാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മുമ്പിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടാ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതേ 2 ചെടിച്ചട്ടിയിൽ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഉണ്ട് ഇങ്ങനെ ഈ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതിൽ വൈറ്റ് പൂവൊക്കെ ആണല്ലോ, അടിപൊളിയല്ലേ. ഇത് ഭംഗി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് കടലക്കറി ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രോസൺ ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കുറേശ്ശെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നും നാളേക്കായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതിലിതേ നോക്കിക്കേണ്ട ഇടിയപ്പം ഉണ്ട് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കാണുന്നത് ബട്ടർ ചിക്കനാണ്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്രോസൺ ഐറ്റംസുകൾ നല്ല ടേസ്റ്റാണ് ശരിക്കും. അതൊക്കെ നമ്മളിപ്പോൾ റെഡി ആയിട്ട് ഉണ്ടാക്കിയ പോലത്തെ ടേസ്റ്റാണ് ഇടിയപ്പമൊക്കെ. ഇതേ പുട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതും ആ സെയിം കമ്പനിയുടെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഇതുമാതിരത്തെ അല്ലറ ഐറ്റംസ് ഇതേ പഴം കൊണ്ടുവന്നു. പിന്നെ പിള്ളേർ മാഗി വേണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചാണ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്കോസ്, പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ, നെയ്യ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കുരുമുളക് പൊടി, ഉപ്പ് പൊടിയൊക്കെ എന്തായാലും ഈ എയർബിഎൻബി വഴി എടുക്കണ വീടുകളിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒലിവ് ഓയിലൊക്കെ ഉണ്ടാവും, വെളിച്ചെണ്ണയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കണതാണല്ലോ, അതുകൊണ്ട് അത് നമ്മൾ കൊണ്ടുവരും. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് പുറത്തുള്ളത്. പിള്ളേരൊക്കെ എഴുന്നേറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ഫുഡുകൾ ഇങ്ങനെ ആക്കി റെഡിയാക്കി ടേബിളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോക്കോസ് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞ കാരണം അതും റെഡിയാക്കിയിട്ടുണ്ട്. പഴം പുഴുങ്ങി, അതുപോലെ തന്നെ അതേ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇന്ന് നമ്മൾ കഴിക്കണത്. ഹോട്ടലിൽ ചെന്നാൽ പോലും കിട്ടുമോ ഇത്രയും ഐറ്റംസുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാ ആവശ്യമായിട്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടേക്കൊന്ന് നടന്ന് എല്ലാം ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ അങ്ങോട്ട് പോകാം. അതെല്ലാം ഒരു രസം. കാരണം വെച്ചാൽ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ കോട്ടേജ് പോലെ കുഞ്ഞു വീടുകളുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ആരെയും അങ്ങനെ കാണില്ല. പക്ഷെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം എല്ലാവരും വീടിൻ്റെ അകത്തായിരിക്കണം. അപ്പം ഞാൻ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ചെറുതായിട്ട് തണുപ്പുണ്ട്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഗ്രില്ല് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല ഭയങ്കര തണുപ്പ്, പുറത്തേക്കൊന്നും ഇറങ്ങാനൊരു സുഖമില്ല. നിറച്ച് കൊതുകായിരുന്നു ഇവിടെ. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കൊതുക്. കാരണം നമ്മുടെ ന്യൂജേഴ്സിയിൽ അങ്ങനെ കൊതുകൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടും അമേരിക്കയിൽ ഇതുവരെ അങ്ങനെ ഒരു കൊതുക് നമ്മളങ്ങനെ കടി കൊണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കൊതുക്, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് റൂമിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മാത്രം ഒന്ന് പുറത്തിറങ്ങി. അതിന് ശേഷം വീണ്ടും നമ്മൾ റൂമിലേക്ക് തന്നെ വന്ന്, പിന്നെ യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്യാമ്പ് ഫയറിനൊന്നും നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഏരിയാസുകളൊന്നും അങ്ങനെ നടന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇവിടെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ അതേ കുഞ്ഞു കുറച്ച് വീടുകളൊക്കെ നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞു ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ താമസിച്ച വീട് ഇതേ ഈ കാണുന്നതാണ്. ഈ കാണുന്നുണ്ട് ആ ബ്ലൂ കളറ് ചെയറിട്ടേക്കണ
അതാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് താമസിച്ചത്. അപ്പോൾ ഇന്നും നമ്മൾ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ ഞാൻ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, ഇതാണ് നമ്മുടെ വീട്. അവിടെ അങ്ങനെ കുറേ വീടുകളുണ്ട്. അപ്പോൾ ഈ സൈഡിലൊരു കുഞ്ഞു പോണ്ടുണ്ട്. ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, കയാക്കിങ് ചെയ്യാം. പക്ഷേ ഈ വെള്ളം കണ്ടിട്ട് എന്തൊരു സുഖം തോന്നണില്ല. എന്തായാലും ഞാൻ അതിൻ്റെ അടുത്ത് പോയി കാണിച്ചു തരാം. അപ്പോൾ അതേ ഈ കാണാണ്ട വെള്ളം കണ്ടില്ലേ, ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വെള്ളത്തിൽ കുളിക്കാനൊന്നും പോകണില്ല. പക്ഷേ ബോട്ടിംഗ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോട്ടിങ്, കയാക്കിങ് അതൊക്കെ ഉണ്ടെന്ന് തോന്നണം. അത് കുറേ ഉണ്ട്. ഇതെന്തൊരു തോട് പോലെയാണ് എനിക്ക് തോന്നണം. അങ്ങനെ കുറേ ഉണ്ട്. ഇതും ഒരു കോട്ടേജാണ്. അങ്ങനെ അങ്ങോട്ട് എനിക്ക് തോന്നണം കുറച്ച് വീടുകളുണ്ടെന്ന് തോന്നണം. നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങനെ ഒരുപാട് നടന്നിട്ടൊന്നുമില്ല. ഇവിടെ നിറച്ചിങ്ങനെ ഫുള്ള് പുല്ലൊക്കെ പിടിപ്പിച്ചേക്കണ്ട. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോഴും ചെറുതായിട്ട് കൊതുക് ഉണ്ട്. എനിക്ക് തോന്നണം ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ അതേ അവിടെയൊക്കെ അതേ രൂപമൊക്കെ ഉണ്ട്. താറാകുഞ്ഞുങ്ങൾ ഉണ്ടോ? അയ്യടാ. പിന്നെ അപ്പുറത്തൊക്കെ എന്താണോ വീടുകളായിരിക്കണം കാണുന്നതൊക്കെ. അവിടെ കുഞ്ഞൊരു ബോട്ടുണ്ട്. അവിടെ കയാക്കിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അടിപൊളി കാഴ്ച ഉണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഈ വീട് ഇത് കാണുന്നതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് കണ്ടല്ലേ, ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മുട്ടി ഫ്ലോട്ടിങ് പോലെ കിടക്കുന്നത്. അയ്യോ, അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ. എന്തായാലും കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ പറയുക. അപ്പം നമുക്കിന്ന് ഈ മോൺട്രിയൽ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങണം. അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ടെന്നാണ് നമ്മളിങ്ങനെ യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കുറച്ച് പോകണമെന്ന് തോന്നണ്ട, മോൺട്രിയൽ ആ ഒരു സിറ്റി ആ ഒരു ഭാഗത്തേക്കൊക്കെ. നമ്മൾ കുറച്ചും കൂടി ഉള്ളേരിയയിലായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ വന്ന സമയത്ത് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഫുള്ള് ഒരു കൃഷിയിടങ്ങളാണ്. ഇതൊരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. കടകളൊന്നുമില്ല. ദൂരെ പോകണമെന്ന് പറഞ്ഞാൽ ഒന്ന് കടയിലൊക്കെ. ഇന്നലെ ഞങ്ങൾ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഐറ്റംസിൽ പാലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്ര ദൂരെ നിന്ന് വരുമ്പോൾ പാലൊക്കെ കൊണ്ടുവരുമ്പോൾ അത് കേടായാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയപ്പോൾ പാലൊക്കെ വാങ്ങി. അപ്പോൾ പാല് പോലും മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം ദൂരെ പോയാലാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടുത്ത് കടകളൊന്നുമില്ല. ഞങ്ങൾ എന്നിട്ട് ഡിന്നർ തന്നെ കഴിച്ചത് ഒരുപാട് ദൂരത്ത് പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കുറേ പോകണം, അപ്പോൾ നമ്മുടെ അത്രയും സമയം പോകും. പിന്നെ മാത്രമല്ല അഥവാ കിട്ടിയാൽ തന്നെ നമ്മുടെ മനസ്സിനിണങ്ങിയിട്ടുള്ള ഫുഡൊന്നും കിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുമായിരിക്കും. നമ്മൾ കുറച്ച് കേരളീയ ഫുഡുകളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ അതൊക്കെ കൊണ്ടുവന്നത്. എന്തായാലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ കേരള എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ് പോലും കിട്ടില്ല ഇത്രയ്ക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഫ്രോസൺ ഫുഡുകളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുഖമാണ്. ഞങ്ങൾ മിക്ക ട്രിപ്പിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുവരാറ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മൾ അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രോസൺ ഫുഡുകളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് റെഡിയാക്കാറ്. കാരണം ഇവിടെ നമുക്ക് പറ്റിയിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ തപ്പി ഇറങ്ങണം. അഥവാ ഇറങ്ങിയാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടില്ല. കാരണം ഒരു 11 മണി കഴിയും ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആവാനായിട്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഭാഗ്യത്തിന് നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ 9:30 എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് അത് ഓപ്പൺ ആവണത്. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. അല്ലെങ്കിൽ അതൊന്നും കിട്ടൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു ടൈം സ്പെൻഡും അത്രയും കൂടി സമയം കളയാൻ വേണ്ട. പിന്നെ നമുക്കും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. നമ്മുടേതായ ഒരു ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ അതും ഒരു രസമല്ലേ. ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനൊരു വീട്ടിൽ നമ്മുടെ കേരള ഫുഡൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അത്. പിന്നെ ഒരു പുതിയൊരു കിച്ചണിൽ ചെയ്യുമ്പോഴും അതും ഒരു രസമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ എയർബിഎൻബി വഴിയായിട്ടുള്ള വീട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നാളെ ചെക്കൗട്ട് ചെയ്തിട്ട് നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ നമ്മൾ ഇതുപോലെ എയർബിഎൻബി വഴി ഒരു വീടാണ് എടുത്തേക്കണത്. അമേരിക്കയിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഇതേപോലെ എയർബിഎൻബി വഴിയായിട്ടുള്ള വീടുകളൊക്കെയാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് കാനഡയിൽ വരുമ്പോഴും ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ വീട് എടുത്തത്. അല്ലെങ്കിൽ ഹോട്ടൽ റൂം എടുത്താൽ മതി. ഹോട്ടൽ റൂം ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട. അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാവും.
പക്ഷേങ്കിൽ നമുക്ക് വീടെടുക്കണം, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മുടെ യാത്രയിൽ 2 വീടുകളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. ഇത് ഒരെണ്ണം, ഇനിയിപ്പോൾ നമ്മൾ നാളെ പോണത്. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ഫ്ലോറിഡ ട്രിപ്പിൽ മറ്റേ നോർത്ത് കാരോലിനയിലൊക്കെ നമ്മൾ ഇതേപോലെ വീട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഒരു വീട്ടിൽ താമസിച്ചു, തിരിച്ചുള്ള യാത്രയിൽ നമ്മളൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ നിറച്ച് പൂക്കളാണ്ടാ. ചെറിയ ബ്ലോസമൊക്കെ കഴിഞ്ഞു, പക്ഷേ എങ്കിലും ഇവിടെയൊക്കെ നിറച്ച്, നമ്മൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയോടത്തൊക്കെ ഇതേപോലെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗി. ഈ തോട്ടണ്ട ഇങ്ങനെ കുറേ പോണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ്, നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ ഇങ്ങനെ തോടുകൾ, എനിക്കതൊക്കെയാണ് ഓർമ്മ വന്നത്, അതേപോലത്തെ തോട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വീട് കണ്ട, അവിടെ ഇങ്ങനെ കുറേ ഉണ്ടെന്ന് തോന്നി, തോട് ഇങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്ന് തോന്നണം. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം കൊതുകാണ്. അധികം നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, കൊതുക്. മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ ഇതേപോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, പൂക്കളുള്ള ചെടികൾ. ഇപ്പം പിന്നെ സമ്മറിലേക്ക് കടന്നപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് അതേപോലെ പൂക്കളൊക്കെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അധികം ഇത്രയും വെച്ച് നിർത്തിയാണ്. കാരണം വെച്ചാൽ ഇനി ഇവിടുത്തെ കാഴ്ചകളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോർണിംഗ് വിശേഷങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മോൺട്രിയലിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.